ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അനിയനിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നുള്ള. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി വെച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. നമ്മുടെ ശരണ്യനെ കണ്ടതിന് ശേഷം ഒരു മിറാക്കിൾ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ശരണ്യക്ക്. അങ്ങനെ ശരണ്യ അലീനയെ കണ്ടതും പ്രതികരിക്കാൻ തുടങ്ങാണ് കേട്ടോ. നമ്മുടെ ശരണ്യ ആരോടും പ്രതികരിക്കാതെ ഇരുന്ന ശരണ്യ അലീനയെ കണ്ടതും പ്രതികരിച്ചൊക്കെ നിങ്ങൾ കണ്ടുകാണും. അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരിച്ചാൻ പറയുന്നില്ല. ഏതായാലും അലീന ഒരുപാട് ആശ്വാസ വാക്കുകൾ നമ്മുടെ ശരണ്യക്ക് പകർന്നു കൊടുക്കുകയാണ്. മോളെ, നീ പേടിക്കരുത്. മോളുടെ കൂടെ എന്തിനും ഏതിനും ഈ അലീന ചേച്ചി ഉണ്ട്. ഒരിക്കലും മോള് പേടിക്കാൻ പാടില്ല. എന്തിനും ഏതിനും അലീന ചേച്ചി ഉണ്ട്. നിനക്ക് എന്താവശ്യം വന്നാലും അലീന ചേച്ചിനെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ, അലീനയുടെ നമ്പർ എഴുതി കൊടുക്കുകയാണ് ശരണ്യയുടെ അമ്മയുടെ കയ്യിൽ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവക്ക് എന്ത് മനസ്സിനുള്ളിൽ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഇവക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എന്നെ അപ്പം വിളിച്ചറിയിക്കണം. ഞാൻ വന്നോളാം. ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് ആകെ മാറും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോൾ ആരാ, മോൾ എവിടെന്നാ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരും ആയിക്കോട്ടെ, ഞാൻ എവിടെന്നും ആയിക്കോട്ടെ, ഏതായാലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ വന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. പ്രത്യേകിച്ച് ശരണ്യക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നും അവളുടെ കൂടെ ഞാൻ കാണും. താങ്ങായിട്ടും തണലായിട്ടും അവൾക്ക് ആശ്വാസ വാക്ക് പകർന്നു കൊടുക്കാൻ മാത്രമല്ല, അവളുടെ എന്താവശ്യങ്ങൾക്കും ഞാൻ കാണും. അത് ഓർത്താൽ മാത്രം മതി. ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല ഞാന് മിത്രമാണ്, ശരണ്യയുടെ കൂട്ടുകാരിയാണ്, അവളുടെ കൂടപ്പിറപ്പാണ്. അങ്ങനെ എന്നെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആ അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ എനിക്കറിയില്ല, ഇതെന്താ അത്ഭുതമാ. ഇവളെ എത്ര പേരോട് എത്ര പേര് ഇവളെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ല. ആഹാരം കഴിക്കുന്നില്ല. അവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ തന്നെ ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് മാറി മാറി ഇവളോട് ഓരോ കാര്യങ്ങളും ചോദിച്ചു. എന്നൊരു അക്ഷരം ഇവള് മിണ്ടിയിട്ടില്ല. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്നും മാത്രമാ എന്റെ പൊന്നു കുഞ്ഞ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പഴാ മോളെ നിന്നെ കണ്ടതും അവൾക്കൊരു ആശ്വാസമായത്. അല്ലെങ്കിൽ അവളൊന്ന് ആഹാരം കഴിക്കാനായിട്ട് തുറക്കുന്നത് തന്നെ അവൾ ഇപ്പഴാ. ഒരുപാട് നന്ദിയുണ്ട്. അറിയില്ല എങ്ങനെ ഈ നന്ദിയൊക്കെ പറയും, അല്ലെങ്കിൽ എങ്ങനെ ഈ നന്ദിയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന്, നീ ആരും ആയിക്കോട്ടെ, നിനക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്, നീ പറയണ്ട. ഏതായാലും ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ നിങ്ങൾ അറിയുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഞാന് എന്നും ശരണ്യയുടെ കൂടെ തന്നെയാണ്. പ്രതികൾക്ക് മാക്സിമം കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നമുക്ക് മേടിച്ചു കൊടുക്കണം. അതിനും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരൊക്കെ വന്ന് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിങ്ങളെ വന്ന് എന്തെങ്കിലുമൊക്കെ തരാന്നൊക്കെ പറയും, ഓഫർ ചെയ്യും, ഒന്നിനും വീണു പോകരുത്. ഇവളുടെ ജീവിതം ഇവളെ ഇങ്ങനെയാക്കി തീർത്തവർക്ക് അങ്ങേയറ്റത്തെ ശിക്ഷ വരെ മേടിച്ചു കൊടുക്കാൻ എന്തിനും ഏതിനും ഈ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊക്കെ നമ്മുടെ അലീന പറയുമ്പോൾ ഒരുപാട് ആശ്വാസവാക്കാകുന്നുണ്ട് കേട്ടോ നമ്മുടെ ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ലാസ്റ്റ് ശരണ്യയോട് പറയാ, ദേ വെളിച്ചം ഇട്ടെന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. നമ്മൾ വെളിച്ചത്തല്ലേ ജീവിക്കേണ്ടത്, നമ്മൾ വെളിച്ചത്ത് തന്നെ ജീവിക്കണം. ഇരുട്ടിനെ അതിജീവിച്ച് വെളിച്ചത്ത് ജീവിക്കുന്നവരെയാണ് വിജയികൾ എന്ന് പറയുന്നത്. ദേ എന്റെ ശരണ്യമോള് വിജയിച്ചതല്ലേ. എന്റെ ശരണ്യമോൾ എന്തിനാ കരയുന്നത്? എന്റെ ശരണ്യമോൾ എന്തിനാ എന്തെങ്കിലും ഓർത്ത് വിഷമിച്ചിരിക്കുന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ദേ എല്ലാത്തിനും വിജയിച്ചു വന്നിരിക്കുക ശരണ്യ. അറിയാലോ, ഈ ലോകത്തിലെ 2, 3, 4 വൃത്തികെട്ടന്മാരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നിരിക്കുക മോള്. അതുകൊണ്ട് തന്നെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോള് തെറ്റ് ചെയ്തതായിട്ട് ആരും പറയുന്നില്ല. തെറ്റ് ചെയ്തവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ മോളുടെ പ്രതികരണ ശേഷി അത് കാണിച്ചു കൊടുക്കണ്ടേ എല്ലാവർക്കും. അതുകൊണ്ട് മോള് ഇങ്ങനെ ഒന്നും നിന്നാ പോരാ. ഈ അലീന ചേച്ചി പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരൂ കേട്ടോ. അലീന ചേച്ചി വന്നാൽ മാത്രല്ല, അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിന്റെ ആങ്ങളമാരൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവരെയൊക്കെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. പഴയ ശരണ്യായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ച് കാണിക്കണ്ടേ, അങ്കിലല്ലേ നമുക്ക് കരുത്തുണ്ട് എന്നൊക്കെ എല്ലാവരും അറിയത്തുള്ളൂ. പിന്നെ ആ പ്രതികളുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചു പോയി നിൽക്കണ്ടേ.
അവരുടെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും പറ്റിയിട്ടില്ല, നിങ്ങളെ കൊണ്ട് എന്നെ വീഴ്ത്താൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതിന് എന്റെ ശരണ്യ തിരിച്ചു വരണം, തിരിച്ചു കൊണ്ടുവരാൻ എന്നും ഈ അലീന ഉണ്ടാകും. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോ ഓടി എത്തിക്കോളാം. പിന്നെ പൈസയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഒരു വീട്ടില് ജോലി ചെയ്യുന്ന വേലക്കാരി മാത്ര. എന്നെ കൊണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങളെ എത്രമാത്രം സഹായിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഏതായാലും ഇപ്പം ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോളെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, മോളെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണേ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം, അങ്ങനെ നമ്പറൊക്കെ കൊടുത്തല്ലോ. ഏതായാലും അലീന അത്രയൊക്കെ പറഞ്ഞ് ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസം വാക്കുകളാണ് കേട്ടോ. നമ്മുടെ അലീനയെ കണ്ടതും എന്താ പറയാ, ഒരു മിറാക്കിൾ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് നേരെ നമ്മുടെ അലീന പിന്നെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ ഷാജിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഷാജിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഷാജിയുടെ വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ നമ്മുടെ ഷാജിയുടെ അമ്മ ചോദിച്ചു, കുഞ്ഞെ മോളെ അവിടെ പോയിട്ട് എന്തായിന്ന് ചോദിച്ചപ്പം, അവിടെ പോയിട്ട് എന്താകാനാ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ദൈവം അനുഗ്രഹിച്ച് ഞാന് കാണാൻ വന്നില്ലേ അവളെ, അതങ്ങ് സാധിച്ചു. അവളെ എനിക്ക് കാണാൻ പറ്റി, അവളെ ഞാൻ കണ്ടു, അവളോട് ഞാൻ സംസാരിച്ചു. അവളോട് സംസാരിച്ചെന്നോ? ആ കുഞ്ഞ് ആരോടും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ, അതിന്റെ അവസ്ഥ വലിയ കഷ്ടാണെന്നേ. അവൾ ആരും എന്ത് ചോദിച്ചാലും എനിക്ക് ചാകണം എനിക്ക് ചാകണം എന്ന് മാത്രമല്ലാതെ ആ കുഞ്ഞൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, എന്നോട് അവൾ ഒരുപാട് സംസാരിച്ചു, അവള് കണ്ണുകളിലൂടെ എന്നോട് സംസാരിച്ചു. അതുപോലെ ഞാന് കൊടുത്ത ഭക്ഷണം അവൾ കഴിച്ചു. ഭക്ഷണം കഴിച്ചെന്നോ? അതെ ആന്റി, ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചു. ഏതായാലും ഇതിന് സഹായിച്ചത് നിങ്ങളാണ് കേട്ടോ. ദേ ഷാജിയേട്ട, ഒരിക്കലും ഞാൻ മറക്കില്ല, എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് ഷാജിയേട്ടൻ തന്നെയാ. വല്ലാത്തൊരവസ്ഥയായി പോയി എന്റെ പൊന്ന അലീന. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആരെങ്കിലും ഒക്കെ കൂട്ടി വേണം ഇനി പോകാനായിട്ട്. എടുത്തു ചാടി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാലേ ഇതുപോലെയൊക്കെ സംഭവിക്കും. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത്, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയേനെ. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല ഷാജേട്ടാ, ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയത് എന്നോർത്തിട്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? കാരണം എന്നാണെങ്കിലും മരിക്കാനുള്ളതല്ലേ. അതിപ്പം മരിക്കുന്നു പേടിച്ച് ആടോ എല്ലാവരും ജീവിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യ മരിക്കുന്നത്, പക്ഷെ എല്ലാവരും ജീവിക്കുന്നില്ലേ? അതൊക്കെ തന്നെയാണ് ജീവിതം. എനിക്ക് വേറൊന്നും വേണ്ട, ഞാന് ഹാപ്പിയാ, എനിക്ക് സന്തോഷമായി. ഞാൻ അവളെ കണ്ടല്ലോ, ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായാലും എനിക്ക് അവളെ കാണാൻ പറ്റിയല്ലോ, എനിക്ക് അവളെ സമാധാനിപ്പിക്കാൻ പറ്റിയല്ലോ. ഇത് തന്നെ ഒത്തിരി വലിയ ഭാഗ്യമായിട്ടാ ഞാൻ കാണുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലേ ഞാൻ പോട്ടെ, അവിടെ എന്നെ അച്ഛൻ അന്വേഷിക്കും. അച്ഛനോ? അപ്പൊ മോളെ ഏതോ വീട്ടില് ജോലിക്ക് നിൽക്കാന്നല്ലേ പറഞ്ഞത്? അതെ ശരിയാ, ആ പ്രതികളില്ലേ, ആ പ്രതികളിൽ ഒരാളുടെ വീട്ടില് ഞാൻ ജോലിക്ക് നിൽക്കുക. രോഹിത് എന്ന് പറയുന്ന പ്രതിയുടെ വീട്ടിലാ ഞാൻ ജോലിക്ക് നിൽക്കുന്നത്. അവിടുത്തെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം എന്റെ അച്ഛനെ പോലെ തന്നെയാ. ഞാൻ അദ്ദേഹത്തെ അച്ഛന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ കുറെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. അല്ല, ഞാന് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരൂ കേട്ടോ, അപ്പം കാണാം. പിന്നെ ഇവിടുത്തെ അയൽവക്കക്കാരൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാ, സ്നേഹമുള്ള അയൽവക്കക്കാരാണ് കേട്ടോ, സ്നേഹമുള്ളവര് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഒരാള് പുറത്തുനിന്ന് വന്നപ്പം അവരെല്ലാവരും കൂടെ ചുറ്റുവിട്ട് എല്ലാവരും ചുറ്റും കൂടി നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. എല്ലാവരും ഒത്തുനിൽക്കല്ലേ ശരണ്യയുടെ കൂടെ. ഏതായാലും നല്ലത് തന്നെയാ. എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. നിങ്ങളുടെയൊക്കെ കൂടെ ഇനി ഞാനും ഉണ്ടാകും. ഞാനും ഈ കോളനിയിലെ ഒരാളായി നിങ്ങളങ്ങ് കരുതിക്കോ. ഞാനിനി മിക്ക ദിവസവും ശരണ്യനെ വന്ന് കാണും. ഞാൻ കൊടുത്ത ആഹാരം കഴിച്ചു, അവളെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഷാജിയേട്ടാ. ആ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. അവള് മാറും, അവളെനിക്ക് മാറ്റിയെടുക്കണം, അവളെ പഴയ ശരണ്യാക്കണം. എന്ത് ചെയ്യാനാ കുഞ്ഞെ, ചൊറുചൊറുക്കോടുകൂടി ഓടി നടന്ന പെങ്കൊച്ചായിരുന്നു. ആ പെങ്കൊച്ചിന് ഈ വിധി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ സഹിക്കാൻ പറ്റാത്തത്. പാവം കുട്ടിയാ. ആ കുട്ടി എങ്ങനെ ഈ ചതിയിൽ ചെന്ന് അകപ്പെട്ടു? അത് പിന്നെ അവളും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതല്ലേ പ്രായം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം ഇച്ചിരി കൂടുതലൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സൊന്ന് ചഞ്ചലിക്കൂലോ. അതുപോലെ മാത്രം സംഭവിച്ചതാ. ഇനി അതൊന്നും അവളെ ഓർമ്മിപ്പിക്കാൻ നിൽക്കേണ്ട. അവള് നല്ല കുട്ടിയാ, അവളെ നല്ല കുട്ടിയാക്കി മാറ്റണം എനിക്ക്. അതിനുള്ള പ്രയത്നത്തിലായി ഇനി ഞാൻ ഒരിക്കലും പ്രതികളുടെ കൂടെ കൂട്ടു നിൽക്കില്ല. അവന്മാർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഏതായാലും അലീനയോട് നമ്മുടെ ഷാജിയുടെ അമ്മ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. അങ്ങോട്ടേക്ക് മാത്രമല്ല ഇങ്ങോട്ടേക്കും ഇടയ്ക്ക് വരണം. തീർച്ചയായിട്ടും ഞാൻ വരും. ആന്റീനെയും ഷാജിയേട്ടനെയും പിന്നെ ഈ അനീത്തിക്കുട്ടീനെയൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാനിവിടെ കയറി വന്നപ്പോ ഒരു നേരത്തെ ആഹാരം, വസ്ത്രം, ഇതല്ലേ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്?
ആഹാരവും വസ്ത്രവും കിടക്കാനൊരു ഇടവും ഉണ്ടെങ്കിലേ നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരാണ്. അല്ലാതെ ഞാൻ ഒന്നും കുറവായിട്ട് കാണില്ല ഒരിക്കലും. ഏതായാലും അത് തന്നെ നിങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല, ഒരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാജി തന്നെയാണ് എന്നാ പിന്നെ വണ്ടിയിൽ കയറ്, ഇനിയിപ്പൊ വീട്ടിലുള്ളവർക്കും കൂടി വിഷം വരുത്തണ്ട, കയറ് എന്ന് പറഞ്ഞ് നമ്മുടെ ഷാജിയുടെ കൂടെ കയറി ടാറ്റയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് അലീന അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അലീന പോകുന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ഓ എന്തൊരു നല്ല പെങ്കൊച്ച, അത് വീട്ടിൽ ജോലിക്ക് നിൽക്കാന്നൊന്നും കണ്ടാ പറയില്ലല്ലേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാജിയുടെ പെങ്ങളും പറയുന്നുണ്ട്, അതെ അതെ അതെ, ആ ചേച്ചിനെ കാണാൻ എന്ത് രസമാ, ഓ കളറ് കണ്ടില്ലേ, തൊട്ട ചുമക്കും, ഒരു പ്രത്യേക സൈസ് സ്കിൻ ടൂൺ അത്. ഏതായാലും ചേച്ചിനെ കാണാൻ ഗ്ലാമർ ആണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഗ്ലാമർ ആയാൽ എന്താ, ഗ്ലാമർ ആയില്ലെങ്കിൽ എന്താ, ആ കൊച്ചിന്റെ മനസ്സ് അത് നല്ലതാ എന്നൊക്കെ നമ്മുടെ ഷാജിയുടെ അമ്മയും പറയുന്നു. ഏതായാലും ഈ സമയത്ത് പോലീസ് ആകപ്പാടെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അലീനെ ആക്രമിക്കാനായിട്ട് ചെന്ന ആ വീഡിയോ, അതായത് മണ്ണെണ്ണ ഒഴിച്ച വീഡിയോ ഒക്കെ നമ്മുടെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് പോലീസുകാർക്ക് ഒരു കളി കളിക്കാന്ന് പോലീസുകാർ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ ഉണ്ടല്ലോ, അലീനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് അവിടെ ഉള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്തല്ല സോറി, അവിടെ ഉള്ളവരെ ക്യാൻവാസ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കാം, അങ്ങനെയാണ് നമ്മുടെ ബാലചന്ദ്രൻ അയച്ചിരിക്കുന്നത് എന്നൊക്കെ വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ പോലീസുകാരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അലീന അവർക്കൊരു ശത്രു തന്നെയാണല്ലോ. അലീനെ DSPനെ കൊണ്ടുവന്ന് അവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇവർക്കൊരു കച്ചിത്തുരുമ്പാ പോലീസുകാർക്ക്. അപ്പൊ അതുകൊണ്ട് അവര് മാക്സിമം ഈ ഒരു വീഡിയോ വെച്ച് നമ്മുടെ കേസിന്റെ വഴിത്തിരിവ് ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്താണെങ്കിൽ അലീനയുടെ ദേഹത്ത് കുറച്ച് മുറിവുകളും പാടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് കല്ലെറിഞ്ഞ മുറിവുകളും അതുപോലെ അടി കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള മുറിവുകളും പാടുകളും ഒക്കെ ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ നെടുമ്പുരക്കിൽ പോകാൻ പോകുന്നതെന്ന് ഓർത്തോളം. അപ്പൊ ഏതായാലും നമ്മുടെ ഷാജി കൊണ്ടുവിടുകയാണ്. ഷാജി കൊണ്ടുവിട്ടിട്ട് നമ്മുടെ അലീന നേരെ നെടുമ്പുരക്കിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. നെടുമ്പുരക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ കണ്ടതും വല്ലാണ്ടങ്ങ് ആയിപ്പോയിട്ട്. കാരണം ബാലചന്ദ്രന് മനസ്സിലായി എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിച്ചു, ഇതെന്തു പറ്റി, നീ പോയ വേഷത്തിലല്ലല്ലോ അലീന വന്നിരിക്കുന്നത്, ഇതെന്താ പറ്റിയത്? അത് പിന്നെ ഞാന് ശരണീനെ കാണാൻ പോയതായിരുന്നു. ആര്, ആ പെൺകുട്ടീനെയോ? അതേനെ, ഞാൻ ശരണീനെ കാണാൻ പോയതാ. എന്നിട്ട് അല്ല നീ എന്താ ഡ്രസ്സൊക്കെ? അത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് പ്രശ്നം അയച്ചാ, എന്നെ അവിടെ എല്ലാ നാട്ടുകാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു, എന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചു. എന്താ അലീന ഞാൻ ഈ കേൾക്കുന്നത്? നിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചെന്നോ? നിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചെന്നോ? ഓ നിന്നോട് ആരാ പറഞ്ഞ അങ്ങോട്ട് പോകാനായിട്ട്? ആരെങ്കിലും നിന്നോട് പറഞ്ഞോ? അത് പിന്നെ പോയത് വേറൊന്നും കൊണ്ടുമല്ല, എനിക്ക് അവളെ ഒന്ന് കാണുമായിരുന്നു, സമാധാനിപ്പിക്കണമായിരുന്നു. ഒരുപക്ഷെ അവൾക്ക് ഈ ഒരു അവസ്ഥ ഞാന് കാരണം കൂടിയല്ലേ ഉണ്ടായത്. അന്ന് ഇവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് കിടന്ന് അലട്ടുമായിരുന്നു അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്നിട്ട് പിന്നെ അവിടെ ഷാജി എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ അനാഥാലയത്തിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കില്ലേ, അത് ആ ചേട്ടന്റെ വണ്ടി വിളിച്ച ആ ചേട്ടനാ എന്നെ രക്ഷിച്ചത്. എന്നെ ആ ചേട്ടൻ വന്ന് രക്ഷിക്കുക മാത്രമല്ല, ആ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ആ ചേട്ടന്റെ പെങ്ങളുടെ ഡ്രസ്സും അവിടുന്ന് ആഹാരം തരുകയൊക്കെ ചെയ്തു. ഓഹോ, അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? നീ എന്താ ഓർത്ത്? നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നോ? എവിടെയെങ്കിലും പോകുമ്പോ നിനക്കൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? അത് പിന്നെ അച്ഛാ, നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞിട്ട് പോകുന്നത്? എന്നിട്ട് പിന്നെ എങ്ങനെ ഇവിടെ തിരിച്ചെത്തി? അത് പിന്നെ ഞാന് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ ഞാൻ കണ്ടു. അവളെ കണ്ടെന്നോ? ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അലീന, നീ അവളെ കണ്ടെന്നോ? അവളെ ഞാൻ കണ്ടു. നിനക്ക് എന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ, ഭ്രാന്ത് വല്ല ഉണ്ടോ? നാട്ടുകാരെല്ലാരും കൂടി നിന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് മണ്ണെണ്ണ ഒഴിച്ചത് പോരാഞ്ഞിട്ട് ആ പെങ്കൊച്ചിനെ കാണാൻ പോവാൻ നിനക്ക് എന്താ തലയ്ക്ക് ഓളമോ? തലയ്ക്ക് ഓളമൊന്നും ആയിട്ടല്ല അച്ഛാ, എനിക്ക് ആ പെങ്കൊച്ചിനെ കാണുമായിരുന്നു. ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു അവളെ കാണാനായിട്ട്. ഏതായാലും ഞാൻ അവളെ കണ്ടു. എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റി. അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കുക. പാവം പെൺകുട്ടി, കാണണം വെച്ചാ നമ്മുടെ രോഹിത്തും ഹരിയൊക്കെ കാരണം ആ പെങ്കൊച്ചല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ നീ അവിടെ പോയി അവരെ എന്നെ സമാധാനിപ്പിക്കാനോ? ദേ അലീന, നമ്മള് ഈ ലോകത്താ ജീവിക്കുന്നത്, ചിലതൊക്കെ നമ്മൾ കണ്ണടയ്ക്കണം. ഓഹോ, അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് ഞാൻ കണ്ണടയ്ക്കണം,
ഞാൻ പ്രതികളുടെ കൂടെ നിൽക്കണം എന്നാണോ? അലീന, ഞാൻ അതല്ല പറഞ്ഞത്. നീ ഈ ഒരു സമയത്ത് അവിടെ ചെന്നു, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നീ ഈ വീട്ടിലാ ഉള്ളത്, ആര് ഉത്തരവാദിത്തം പറയും? ഞാൻ നിനക്ക് ഉത്തരവാദിത്തം പറയണ്ടേ? അത് പിന്നെ അച്ഛാ, എനിക്ക് കാണണമെന്ന് തോന്നി, ഞാൻ കണ്ടു. അതിന് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും ഞാൻ അവിടെ പോയത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ അച്ഛനും അമ്മയും ആങ്ങളമാരൊക്കെ തകർന്നിരിക്കുക. പിന്നെ എന്റെ മണ്ണെണ്ണ ഒഴിച്ചതെന്നൊക്കെ പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല, ഞാനും ഈ വീട്ടിലൊരാളാണല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല, ആ കോളനിക്കാർ പുറത്തുനിന്ന് ആരെയും കേറ്റുന്നില്ല. അവിടെ പുറത്തുനിന്ന് ആരെങ്കിലും കേറ്റിയാൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. പിന്നെ അവിടെ ഷാജിയേട്ടൻ വന്നല്ലോ, രക്ഷിച്ചല്ലോ. ഓ, ഒരു ഷാജിയേട്ടനും നിനക്ക് ഭ്രാന്ത്. മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ? ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോയാൽ മതി. ഓരോരുത്തരെ കാണാൻ ഇറങ്ങുമ്പോഴത്തേക്കും നീ എന്താ വിചാരിച്ചത്? നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ മകന്റെ ഫുൾ ഉത്തരവാദിത്തത്തോടു കൂടിയാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും കയറണം, കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ. അത് പിന്നെ അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, മതി നിർത്ത്, ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയാ. ഈ ഒരു സമയത്താണ് പോലീസുകാരെല്ലാരും കൂടെ വരുന്നത്. നമ്മുടെ ഹലീനയെ കൊണ്ടുപോകാനാണോ ബാലചന്ദ്രനെ കൊണ്ടുപോകാനാണോ? ഏതായാലും പോലീസുകാർ കെട്ടി വരുന്നുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ പോലീസുകാരുടെ മുമ്പിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളായിട്ട് വരാൻ പോകുന്നത്. ഇനി പോലീസുകാർ വന്നു കഴിഞ്ഞ് എന്തുണ്ടാകും? അലീനയെ പിടിച്ച